എല്ലാവരും എന്നോട് പറയണത് നിൽക്കണം, നിന്നാൽ തന്നെ ജയിക്കും എന്നുള്ളതാണ് പറയണത്. കോർപ്പറേഷനിൽ 8ാം വാർഡിൽ കൗൺസിലറായിരുന്ന സനിൽ മോൻ LDFന് ഉറച്ച പിന്തുണയായിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ആ പിന്തുണ ഇത്തവണ LDFന് നൽകുന്നില്ല. 74ാം ഡിവിഷനിൽ ഭാര്യയെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ LDF നൽകിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ അവരുമായി ഈ സംസാരത്തിലേക്ക് ഉണ്ടായ പിശക് കാരണം എന്തുകൊണ്ടാണ് ഇത്തവണ LDFന് കൊടുത്തൊരു പിന്തുണ പിൻവലിക്കാനും ഭാര്യയെ മത്സരരംഗത്തേക്ക് ഇറക്കാനുമുള്ളൊരു ചിന്ത വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളിവർ വിളിക്കുകയും പിന്തുണ ചോദിക്കുകയും ചെയ്തു. ഇതുവരെ 2020-25 കാലഘട്ടം ഇതുവരെ നമ്മൾ അഡ്വക്കേറ്റ് M അനിൽകുമാറിന് നല്ല രീതിയിലുള്ള പിന്തുണയാണ് നൽകിയത്. നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ പോലും ഒരു മാറി നിൽക്കേണ്ട ചെയർമാൻ, ടൗൺ പ്ലാനിങ് ചെയർമാനായിരുന്നു ഞാൻ. ടൗൺ പ്ലാനിങ് ചെയർമാനായിട്ട് മാറി നിൽക്കേണ്ട സന്ദർഭത്തിൽ പോലും ഞാൻ ഈ പറയുന്ന LDFന് പിന്തുണ അതിൽ തന്നെ കുറച്ചേക്കായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ മത്സരത്തിന് നമ്മളിവിടെ ജനറൽ സീറ്റുകളിലേക്ക് നമ്മൾ ഒരവസരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് തരികയുണ്ടായില്ല. തൊട്ടടുത്ത ഡിവിഷനിലൊക്കെ ജനറൽ സീറ്റുകൾക്ക് അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് തരാനായിട്ട് അവർക്ക് ഇതുണ്ടായിരുന്നില്ല. നമ്മൾ പിന്തുണ കൊടുത്ത സമയത്ത് അവർ പറഞ്ഞിരുന്നേച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ജനറൽ വാർഡിൽ മത്സരിക്കാൻ അവസരം തരുമെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആരോടും വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ ഡിവിഷനിൽ വളരെ മാന്യമായ രീതിയിൽ ഇവിടെ വർക്ക് നടത്തിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഡിവിഷനായിരുന്നു. ഈ ഡിവിഷനെ ഏറ്റവും ഉന്നമനത്തിനുള്ള ഡിവിഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇതൊക്കെ ഈ നമ്മിപ്പോൾ നിൽക്കുന്ന ഈ പാർക്ക് പോലും വളരെ ശോചനീയാവസ്ഥയിലുള്ള പാർക്കായിരുന്നു, കാട് പിടിച്ചടക്കണമായിരുന്നു. അതൊക്കെ നല്ല നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ വിശ്വാസം, അപ്പോൾ നമ്മളൊരു സ്വതന്ത്രമായിട്ട് തന്നെ മത്സരിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസം നമുക്ക് ഇതുവരെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ജനഹൃദയങ്ങളിൽ തന്നെ ഉണ്ടെന്നാണ് നമ്മുടെ വിശ്വാസം. ഇത്തവണ സ്വയം മത്സരിക്കാതെ ഭാര്യ മത്സരരംഗത്തേക്ക് ഇറങ്ങാനുള്ളൊരു കാരണം എന്തുകൊണ്ടായിരുന്നു? കാരണം നമ്മുടെ ഈ ഡിവിഷനിൽ സ്വാഭാവികമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഇതുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ ഡിവിഷനിൽ ഈ പറയുന്ന ഈ 6 റെസിഡൻസ് ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ വരുന്നത്. ഇപ്പോൾ 26 റെസിഡൻസ് ഉണ്ട്. ഈ 26 റെസിഡൻസിൻ്റെയും പ്രതിനിധികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ എൻ്റെ ഭാര്യയായ ഷാരോണിനെ നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് അവരുടെ മീറ്റിംഗ് കഴിഞ്ഞത്. ആ മീറ്റിങ്ങിൽ ഐക്യകണ്ഠേന അവർ പറഞ്ഞിരിക്കുന്നത് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾക്ക് ഇവിടെ ഇതില്ല. അതുമല്ല, വേറെ ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFകാർ ഈ പറയുന്ന നമ്മളെ വിളിക്കുകയും അതേപോലെ തന്നെ നമുക്ക് അവർ കൂടെ ഉണ്ടാകും, നമ്മളുടെ വൈഫിൻ്റെ ബയോഡാറ്റ തരികയാണെങ്കിൽ നമുക്ക് മത്സരിപ്പിക്കാനുള്ള ഇത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ച്. ആദ്യം ഞാൻ UDFകാരനായിരുന്ന 2020 യൂത്ത് കോൺഗ്രസിൻ്റെ സമയത്താണ് 20 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി വർക്ക് ചെയ്ത്. ആ സമയത്താണ് നമ്മൾ ഇതിൽ നിന്ന് പിന്നുള്ള ഈ പറയുന്ന പുറങ്കാല വെച്ച് ഓടിയിട്ട് നമ്മൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കേണ്ടി വന്നു. ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിളിക്കുകയും നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് സീറ്റ് തരുമെന്ന് പറയുന്നത് നമ്മൾ വിശ്വസിച്ച് ബയോഡാറ്റ കൊണ്ടേ കൊടുത്ത്, പിന്നീട് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഭാര്യയുടെ പേരില്ല, പിന്നീട് നമുക്കിട്ട് ചവിട്ടണേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇങ്ങനൊരു ഇലയിട്ടിട്ട് ഊണില്ല എന്ന് പറയുന്ന അവസ്ഥ വരെ നമുക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിരുന്നു. അപ്പോഴാണ് റെസിഡൻസ് അസോസിയേഷൻ ഇടപെട്ടത്. അവരുടെ ചിന്തപ്പാടുകൾ ഒരു ഡിവിഷനിൽ ഡെവലപ്മെൻറ്റ്സ് വരുന്ന ഇത് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു ഇതാണല്ലോ. അപ്പോൾ അവർ എന്നെ സമീപിക്കുകയും വൈഫിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തണമെന്നുള്ള അഭ്യർത്ഥന. ഷാരോൺ മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നേരത്തെ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുണ്ടോ? അപ്പം ഭർത്താവ് നേരത്തെ കൗൺസിലറായിരുന്നു. അപ്പം അദ്ദേഹം ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങളുണ്ട്, അതിൻ്റെ മുകളിലേക്കാണ് പോകേണ്ടത്, താഴേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തവണ പിന്തുണയില്ല. കഴിഞ്ഞ തവണ LDFനെ പിന്തുണച്ചു. കഴിഞ്ഞ തവണ സ്വതന്ത്രനായിട്ടാണ് ഭർത്താവ് മത്സരിച്ചത്. അപ്പോൾ ഇത്തവണ LDFിൽ നിന്നും വിട്ടുമാറി സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു മത്സരം ഉണ്ടാവും. അപ്പം എങ്ങനെയാണ് മത്സരത്തെ നോക്കിക്കാണുന്നത്? ഈ ഡിവിഷനിൽ എൻ്റെ ഹസ്ബൻഡ് ചെയ്തു വെച്ച കുറേ വികസനങ്ങളുണ്ട്. അത് ഒരു റോഡുകൾ തന്നെയാണെങ്കിലും ഒരു റോഡും ഇവിടെ ശരിയല്ലായിരുന്നു. ഇദ്ദേഹം വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു 85% പോലും റോഡുകളെല്ലാം നവീകരിച്ച് കൊണ്ടുവന്നേക്കണം. അതുപോലെ തന്നെ ഈ പാർക്ക്, ഇപ്പുറത്തെ പാർക്കിലെ കുറേ കാര്യങ്ങൾ, പിന്നെ സർഗവേദി എന്ന് പറഞ്ഞൊരു പരിപാടി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ മുൻനിർത്തി ചെയ്യണത്. അപ്പം ഞാനിപ്പോൾ നിൽക്കണമെങ്കിൽ ആൾക്കാരുടെ വോട്ട് കിട്ടണമെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇത് ചെയ്യാൻ തന്നെയാണ് എനിക്ക് താല്പര്യം. ഇപ്പം ഈ അറിയാവുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഡിവിഷനിലുള്ള ആളുകളൊക്കെ എന്താണ് മത്സരിക്കുന്ന കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ പിന്തുണയില്ലാതെ മത്സരിക്കുമ്പോൾ അവരൊക്കെ എന്താണ് പറയുന്നത്? എല്ലാവരും എന്നോട് പറയണത് നിൽക്കണം, നിന്നാൽ തന്നെ ജയിക്കും എന്നുള്ളതാണ് പറയണത്.
ആൾക്കാർ നമുക്ക് വോട്ടും കൂടി തന്നാൽ മാത്രമേ നമുക്ക് വിജയിച്ച് മുന്നേറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്കും സനിചേട്ടനും ഉണ്ട്. ഏതായാലും കഴിഞ്ഞ തവണ സനിൽമോഹൻ സ്വതന്ത്രനായാണ് മത്സരിച്ച് ജയിച്ച ശേഷം LDF പിന്തുണ നൽകുന്നു. പക്ഷേ ഇത്തവണ LDF സീറ്റ് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകുന്നില്ല, അല്ലെങ്കിൽ അവരുമായി ഉടക്കി പിഴിയേണ്ടി വരുന്നു. ഏതായാലും ഇത്തവണ ഭാര്യയെ കളത്തിലിറക്കി ഈ വാർഡ് 74-ാം ഡിവിഷൻ തിരിച്ചു പിടിക്കാമെന്ന്, അല്ലെങ്കിൽ അവിടെ വിജയിച്ച് കയറാമെന്ന ആഗ്രഹം തന്നെയാണ് സനിലിനും ഭാര്യ ഷാരൂണിനും ഉള്ളത്. രാഹുൽ ബിജുവിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.